കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ സ്വദേശി 18 വയസ്സുകാരൻ ഹരികൃഷ്ണനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഘർഷത്തിനിടെ തടിക്കഷ്ണം കൊണ്ട് യുവാവിന്റെ തലക്കടിയേറ്റത്. സംഭവത്തിൽ 2 പേർ റിമാൻഡിലാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് സഹോദരിയുടെ നാട്ടിലെ ക്ഷേത്ര ഉത്സവത്തിന് പോയ ഹരീഷനെ അവിടെ മദ്യപിച്ചെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു ഹരികൃഷ്ണൻ. ഒടുവിൽ മരണം സംഭവിച്ചിരിക്കുന്നു. ഈ 2 പ്രതികളെ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇനി പിടിയിലാകാനുണ്ടോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തീർച്ചയായും ടോം, കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. 2 പേർ പിടിയിലായിട്ടുണ്ട്. രതീഷ്, അതുപോലെ തന്നെ സുനിൽ കുമാർ എന്നീ പേരുള്ള കൊല്ലം സ്വദേശികളാണ്. 58, 51 വയസ്സാണ് ഇവർക്ക് പ്രായം. ഈ പ്രായമുള്ളവരാണ് 19 വയസ്സുകാരന്റെ ജീവൻ എടുത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും ടോം. കാരണം ഈ ഉത്സവാഘോഷങ്ങളെല്ലാം ഇങ്ങനെ ജീവൻ എടുക്കുന്ന ആഘോഷങ്ങളായി മാറുന്നു. പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ഇത് കൊല്ലം ചട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഒരു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ളൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഉത്സവാഘോഷം കാണാനായി എത്തിയതായിരുന്നു കുന്നത്തൂർ സ്വദേശിയായ ജയകൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും പിന്നെ സഹോദരനും. അപ്പോ ഈ ക്ഷേത്രോത്സവത്തിന്റെ മദ്യപ സംഘങ്ങളുമായിട്ട് ചില തർക്കങ്ങൾ ഏർപ്പെടുന്നു. ഈ തർക്കം വലിയ രീതിയിലുള്ളൊരു അക്രമത്തിലേക്ക് നയിക്കുന്നു. പിന്നീട് ഈ അക്രമം നടത്തിയവർ തന്നെ ഈ പയ്യനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഇരയാക്കിയത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വലിയൊരു ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് 19കാരന്റെ തലയിലേക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വളരെ ക്രൂരമായ ദൃശ്യമാണ്. എന്നിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊല്ലാൻ, അതായത് ഇവനെ കൊല്ലു എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അതിൽ തന്നെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവരുടെ സഹോദരിയുടെ ഭർത്താവും ഈ സംഘർഷത്തിന് ഇടയ്ക്ക് കയറുന്നുണ്ട്. അയാൾക്കും ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളും ഒളിവിൽ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് പ്രതികളെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ പോലീസിന് സാധിക്കാതെ വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം ഇടയായി മാറി, പ്രതിഷേധങ്ങൾക്ക് ഇടയായി. അങ്ങനെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊല്ലം സ്വദേശികളായ 2 പേരാണ്. ഇവർക്ക് ഈ കൃത്യത്തിൽ എങ്ങനെയാണ് പങ്ക് എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരെ പിടികൂടിയെങ്കിൽ മാത്രമേ അവരുടെ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഗുണ്ട ക്രിമിനൽ സംഘങ്ങളാണോ ഈ ഹരികൃഷ്ണൻ നേരെ ആക്രമണം നടത്തിയത്? കാരണം ഒരു ക്ഷേത്ര പരിസരത്താണ് അതിഭീകരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, കൊലപ്പെടുത്തണമെന്ന് ആക്രോശിക്കുന്നത്, പട്ടി കൊണ്ട് തലക്കടിക്കുന്നത്. അവരുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് കൂടി അറിയണം. അങ്ങനെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ? മാത്രമല്ല ഇതൊരു ഒരു മദ്യലഹരിയിലുണ്ടായ എന്നാണല്ലോ പുറത്തു വന്ന വിവരം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിൽ ആ ദൃശ്യങ്ങളിൽ ഈ അക്രമം നടത്തുന്നവരുടെ മുഖങ്ങൾ വ്യക്തമാണ്. പോലീസിന് ആരാണ് ഇത് കൃത്യം നടത്തിയതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള നമുക്കൊരു വിവരം ലഭ്യമാകുന്നത് ഇവർ മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ പ്രതി ആയിട്ടുള്ളവർ ആ ഒരു കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 19കാരന്റെ തലയിലേക്ക് കമ്പ് വെച്ച് ആഞ്ഞടിക്കുന്നു. അപ്പോൾ ബോധരഹിതനായി വീഴുന്ന സാഹചര്യമുണ്ട്. അപ്പോ അങ്ങനെയാണ് ജില്ലാ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ഇത് പ്രശ്നം ഗുരുതരമായതുകൊണ്ട് ഈ ഏറ്റ മുറിവ് അല്ലെങ്കിൽ വലിയ വിദഗ്ധ ചികിത്സ വേണ്ടത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ
കഴിഞ്ഞു വരവെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടണം എന്നുള്ള ഒരു വലിയ ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ പോലീസ് അതാണ് കാരണം ഈ സംഭവം നടന്ന് ഈ ആക്രമണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏകദേശം 4-5 ദിവസമാകുന്നു. ഇതുവരെയും 2 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. ഇത് സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 10-ലധികം പേർ ചേർന്നാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. മറ്റാളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടില്ലേ? കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെയും കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടോ? ഇങ്ങനെ മൃഗീയമായി ഒരു യുവാവിനെ, ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയും പ്രതികളെ പിടികൂടാത്തത്? വിനീഷ്, തീർച്ചയായും ടോം, പോലീസിന് പ്രതികളെ പിടികൂടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പിടികൂടേണ്ടതുമാണ്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് കൃത്യമായിട്ട് ഈ കുറ്റവാളികളെ പിടികൂടേണ്ട ഒരു സാഹചര്യം ആണ് ഉള്ളത്. നിലവിൽ ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 19-കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് എത്തുന്നുള്ളതാണ്. ഇതിന്റെ പിന്നിൽ ഉന്നതരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഹരികൃഷ്ണന്റെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹരികൃഷ്ണന്റെ ബന്ധുക്കളും നാട്ടുകാരും അത്തരത്തിലുള്ള ഒരു ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമർശനവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ, ഉന്നതരാണോ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് എന്നതൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ ബാധ്യതയും പോലീസിനുണ്ട്. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ലോക്കൽ പോലീസിനെ മാറ്റി നിർത്തി 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ നീക്കം വളരെ നിർണായകമാണ്. ഉടൻ തന്നെ 2 പേരെ പിടികൂടാനായിട്ടുണ്ട്. ഇവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. കാരണം ഒളിവിൽ കഴിയുകയാണെന്നുള്ളത് വ്യക്തമാണ്. ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം വീടുകളിലെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവർ പോകാനുള്ള എവിടെയാണ് ഒളിവിൽ കഴിയാനുള്ള സാധ്യതകൾ പോലീസ് മനസ്സിലാക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. എന്തായാലും 19 വയസ്സുള്ള ഒരു പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥിയാണ്, അടൂർ പോളിടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് ഹരികൃഷ്ണൻ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഹരികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞ ദിവസമാണ് സഹോദരിയുടെ നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് പോയപ്പോൾ ഒരു സംഘം ആളുകൾ, മദ്യപിച്ചെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെറുപ്പക്കാരൻ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പക്ഷേ ഈ സംഭവം നടന്ന്, ഈ ആക്രമണം നടന്ന് 5 ദിവസമാവുകയാണ്. 5 ദിവസമായിട്ടും മുഖ്യപ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വെറും 2 പേർ മാത്രമാണ് ഇതുവരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അവരെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ച തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.